ചാലിശ്ശേരി സ്വദേശി ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ രചിച്ച ബാലസുഭാഷിത സാഹസ്രി എന്ന ഗ്രന്ഥം സംസ്കൃത സുഭാഷിത ശേഖരം പെരിങ്ങോട് സ്കൂളിൽ സമർപ്പിക്കുന്നു. കുട്ടികളിലെ 1000 ആധുനിക സംസ്കൃത സുഭാഷിതങ്ങളുടെ ശേഖരമാണ് ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ എഴുതിയ ഗ്രന്ഥത്തിലുള്ളത്. ഇതിന്റെ സമർപ്പണം ഫെബ്രുവരി 4 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പെരിങ്ങോട് ഹൈസ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1973 സംസ്കൃതം പഠിക്കാനായി ചാലിശ്ശേരി പെരുമണ്ണൂരിൽ നിന്ന് പെരിങ്ങോട് ഹൈസ്കൂളിലെത്തിയ ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ 10ാം ക്ലാസ് പഠനത്തിന് ശേഷവും ഐച്ഛിക വിഷയമായി സംസ്കൃത പഠനം തന്നെ തുടർന്നു. ഡൽഹി സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുകയും വിവിധ ജില്ലകളിൽ സംസ്കൃത അധ്യാപകനായി സേവനം നടത്തുകയും ചെയ്ത അദ്ദേഹം തൃശൂർ ഗവൺമെന്റ് ട്രെയിനിംഗ് കോളേജിൽ നിന്ന് സംസ്കൃത വിഭാഗം മേധാവിയായിട്ടാണ് വിരമിച്ചത്. അധ്യാപക പരിശീലകൻ എന്ന നിലയിൽ നേടിയ അറിവും അനുഭവവും പുതിയ തലമുറയ്ക്ക് കൈമാറണമെന്ന ചിന്തയാണ് പുസ്തകരചനയ്ക്ക് പ്രേരണയായതെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കുട്ടികൾക്കായി സംസ്കൃതത്തിൽ എഴുതിയ ആധുനിക സുഭാഷിത ശേഖരം അധ്യാപകർക്ക് കൈപ്പുസ്തകമായും വിദ്യാർത്ഥികൾക്ക് റഫറൻസ് ഗ്രന്ഥമായും ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 4 രാവിലെ 10 മണിക്ക് പെരിങ്ങോട് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണനെ സംസ്കൃതം പഠിപ്പിച്ച സാവിത്രി ടീച്ചർ സ്കൂളിന് വേണ്ടി ശ്രീകല ടീച്ചർക്ക് പുസ്തകം സമർപ്പിക്കും. സംസ്കൃതത്തെക്കുറിച്ച് വരും തലമുറയ്ക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ മാഷ് എഴുതിയ 8ാമത്തെ പുസ്തകത്തിന് കഴിയുമെന്നാണ് സാഹിത്യലോകം പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ ഉണ്ണികൃഷ്ണനോടൊപ്പം പഠിച്ചവരും പഠിപ്പിച്ച അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് സംഘാടകരായ ഡോക്ടർ കെ ജയരാജ്, ഇ.കെ. മണികണ്ഠൻ, സി മൂസ പെരിങ്ങോട്, എം മണികണ്ഠൻ, ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ എന്നിവർ പറഞ്ഞു. മുമ്പുണ്ടായിരുന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ. ആ ഭാഷ നമ്മുടെ മാതൃഭാഷകളെ, ഭാരതീയമായിരിക്കുന്ന എല്ലാ ഭാഷകളെയും പരിപോഷിപ്പിക്കുന്ന ഭാഷയാണ്. ആ ഭാഷയിൽ കുട്ടികൾക്ക് വേണ്ടി, കാരണം സുഭാഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് കവിതകളിൽ നിന്ന് എടുത്തത് മാത്രമാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ പുതിയതായിരിക്കുന്ന രചനകൾ ഉണ്ടാകണം എന്ന് കരുതി അധ്യാപക പരിശീലകൻ എന്നുള്ള നിലയ്ക്ക് പരിശീലനങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സിന് 1200-ലധികം